ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവിൻ ശ്രീയക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. ഈ ബോക്സ് എന്തിനാണെന്നറിയോ? നമ്മുടെ ചാനലിനകത്ത് നമ്മളാണെങ്കിൽ ഒരു ആടിനെ മേടിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും, ബാനു എന്ന് പറഞ്ഞിട്ടൊരു ആടിനെ. അപ്പോൾ അതിനുശേഷം നമ്മുടെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടില്ല. അതിന് കാണിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനൊരു ഫ്രണ്ടിനെ മേടിക്കാൻ വേണ്ടി പോവാണ്. അതായത് ബാനു ഫീമെയിലാണ്, നമ്മളൊരു മെയിൽ ആടിനെ കൂടെ മേടിക്കാൻ വേണ്ടി പോവാണ്. അതിനുള്ളതാണ് ഈ ബോക്സ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ ബോക്സ് എടുത്ത് വണ്ടിയുടെ പുറകെ കയറ്റാം. ഇതിനകത്ത് അതിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. മെയിലിനെ കാണാനായിട്ട് നമ്മുടെ ഫീമെയിൽ നമ്മുടെ ബാനുവിനെ പോലെ തന്നെയാണ്. നമ്മൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു ബാനുവിനെ കാണിക്കണം എന്ന്. അപ്പോൾ എന്താണെങ്കിലും ബാനുവിനെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പോയേക്കാം. അപ്പോൾ നമ്മൾ ആരൊക്കെയാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനുണ്ട്, പിന്നെ ആണെങ്കിൽ ജിനോചാച്ചനുണ്ട്, പിന്നെ നമുക്ക് വഴിയിൽ നമ്മൾ അർജുനെ പിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ 3 പേരുമാണ് ഇതിനെ മേടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കടയിലേക്ക് പോകാം. ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേണ്ട അങ്ങനെ നമ്മൾ അർജുനെ പിക്ക് ചെയ്തിട്ടുണ്ട്. എടാ, നീ ആടിനെ മേടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ബാനുവിന്റെ മെയിലിന് മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. മെയിൽ എന്ന് പറയുമ്പോഴേക്കും കൊമ്പുണ്ടായിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. പക്ഷെ ചേട്ടൻ പറഞ്ഞ കൊമ്പില്ലെന്ന് പറഞ്ഞ് എന്നാളുണ്ടല്ലോ കടയിൽ ചെന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ബാനു ആണെങ്കിൽ ഫുൾ കമ്പനി ആയിരുന്നു കേട്ടോ. നമ്മുടെ പുറകിൽ നിന്ന് മാറത്തില്ലായിരുന്നു, ഫുള്ളി ടേംഡ് ആയിരുന്നു. അപ്പൊ ഇത് ടേംഡ് ആണോ ഇല്ലയോ എന്നും ഞാൻ ചോദിച്ചില്ല. എന്താണെങ്കിലും നമുക്ക് കടയിൽ പോയിട്ട് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. നമ്മൾ കടയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ആദ്യം കാണുമ്പോൾ മുട്ടൻ സാധാരണ ആട് ഭയങ്കര ഇടികാരന്മാരാണ് കേട്ടോ. ഇവൻ എന്നെ ഇടിച്ചു തെറിപ്പിക്കാന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവനെ കൊണ്ടുവരുമ്പോഴേക്കും ഉണ്ടല്ലോ അർജുനാണ് പുറകിൽ നിന്ന് എടുക്കുന്നത്. അർജുന്റെ സംരക്ഷണയിലായിരിക്കും. അതെ, അർജുന്റെ കൂട്ടത്തിലായിരിക്കുന്നത്. എല്ലാ ഇടി അർജുൻ മേടിക്കേണ്ടി വരും കേട്ടോ. ഇതേ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. കുഞ്ഞതായിട്ട് മഴക്കാരൊക്കെ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ഇന്നലെ ഫുള്ള് മഴയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ മനാഫി ചേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി എവിടെ പാർക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിലാണ് സംശയം. നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വണ്ടി പയ്യെ സൈഡിലോട്ട് പാർക്ക് ചെയ്യാൻ കറക്റ്റ് ഗ്യാപ്പാണ് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് നമ്മുടെ വണ്ടി ചെറുതായതുകൊണ്ട് ഈ സൈഡിലോട്ട് പാർക്ക് ചെയ്യാം. പക്ഷേ ഫോർച്യൂണറാണെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. വണ്ടിയിറക്കി എന്തെങ്കിലുണ്ട് അർജുനെ ഇറക്കണം, അല്ലെങ്കിൽ അർജുൻ പുറകെ ട്രാപ്പായി പോകും കേട്ടോ. നമ്മളെന്തായാലും ലൈനകത്ത് തന്നെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ചേട്ടൻ്റെ കടയുടെ വേറെ ഫ്രണ്ടിലാണ്. അടിപൊളി. അപ്പോൾ ഞാൻ മേടിക്കാൻ പോകുന്ന സാധനത്തിനെ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞേ, മനാഫി ചേട്ടൻ്റെ അടുത്ത്. ചേട്ടൻ ഇച്ചിരി തിരക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ. കടയിൽ ആളുണ്ട്. ഞാൻ ഒരാളെ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരാളുണ്ട്. എടാ പാടാ, അവനെൻ്റെ കയ്യെ അവൻ തൊട്ട് നോക്കുവാണ് കേട്ടോ. എന്നാ നോക്കുന്നേ? എന്നാ നോക്കുന്നേ? അവൻ്റെ കൈക്കകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കുവാണ് കേട്ടോ. എന്തോ ഒന്ന് കഴിക്കാനുണ്ടോ നോക്കുവാണ്. വാടാ ഓ മൈ ഗോഡ്, ഇവനെന്നാ ക്യൂട്ടാന്ന് നോക്കിയതുണ്ടോ? ഭയങ്കര പാവത്താനായിട്ടിരിക്കുന്നുണ്ട്. എന്നെ നോക്കുന്നേ? നമ്മൾ അന്ന് വന്നപ്പോഴേക്കും ഇതുപോലത്തെ 6 or 7 കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ബാക്കി എല്ലാം സെല്ലായി പോയി. എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അയ്യോ എന്നാ രസമല്ലേ? പിടിച്ചു നോക്കി. അവനെ കൊണ്ടുവന്നോ? അപ്പം നമ്മുടെ മനാഫി ചേട്ടനുണ്ടല്ലോ, നമ്മളെ കൊണ്ടുവന്ന ആളെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവനവിടെ താഴെയാണ് കേട്ടോ. അർജുനോട് ഭയങ്കര ക്യൂട്ടല്ലേടാ. ഇവനാണെങ്കിൽ ഒട്ടും വെയിറ്റ് ഇല്ല. പക്ഷെ ഞാൻ പൂച്ചാൻ ഇതുവരെ മേടിക്കാത്ത കാര്യം എന്താ വെച്ചാൽ, ഇവൻ ചിലപ്പോൾ നമ്മുടെ കിളീനെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ആണെങ്കിൽ എന്നാ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് പൂച്ചാൻ ഇതുവരെ മേടിക്കാത്തത്. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ എടുക്കാമല്ലോ. കാര്യം നമുക്ക് ഈ പറഞ്ഞ പോലെ പൂച്ചനെ ടേക്ക് കെയർ ചെയ്യാണ്ട് ഒരു ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ മേടിക്കാറ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ജീവൻ വീട്ടിൽ മേടിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അവർക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ മേടിക്കാവുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും അവർക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും കേട്ടോ. എന്നാ പറ, തിരിച്ച് കൂട്ടിലോട്ട് ഇട്ടാലോ? ഓ മൈ ഗോഡ്, അത് അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. ചേട്ടൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ ബാനുവിനെ പോലെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഇത് മുട്ടനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ പറ്റിയേ ആണോ? അയ്യോ, ഇവനാണെങ്കിലുണ്ടല്ലോ കൊമ്പൊന്നുമില്ല. ഞാൻ വിചാരിച്ചു കൊമ്പുണ്ടായിരിക്കുന്നു വിചാരിച്ചു. ആണോ? ചെറിയ കൊമ്പാണോ ഉള്ളത്? ആണോ? അടിപൊളി. എന്നല്ലേ അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. വേണ്ട പോകുന്നു കേട്ടോ. നമ്മുടെ ബാനുവിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇതേണ്ട അവിടെയാണെങ്കിൽ ഒരു കറുത്ത പാടൊക്കെ ഉണ്ട്. പിന്നെ ചേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇവനാണെങ്കിൽ കുറച്ച് പേടിയാണ്. ഇപ്പോഴാണെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് വന്നതല്ലേ, ആൾക്കാരെയൊക്കെ കണ്ട്. ആണോ? എത്ര വയസ്സ് കാണുമായിരിക്കും? ഒരു വയസ്സ് മേളിലുണ്ട്. അടിപൊളി. നോക്കുന്നുണ്ട് അവിടെ നിന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ബാനുവിനേക്കാളും ഒരു ഇച്ചിരി ക്യൂട്ടാണ് അവിടെ. അല്ലേ, ശരിയല്ലേ? കുറച്ചും കൂടെ ആക്റ്റീവാണ് പുള്ളിക്കാരി. അകത്തേക്ക് പോയി കേട്ടോ. അടിപൊളി. അയ്യോ വേണ്ട, ഞാൻ പേടിപ്പിക്കുന്നില്ല. അവനോട് നിൽക്കട്ടെ. നീ ആദ്യമല്ല എങ്ങനെ സാധനം എങ്ങനെയുണ്ട്? ഭയങ്കര ഫസിയല്ലേ? കറക്റ്റ് ഒരു ചെമ്മരിയാടിന്റെ കുഞ്ഞിനെ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അയ്യോ ഇതുണ്ടോ? ഭയങ്കര ക്യൂട്ടാണല്ലോ. എടാ കറക്റ്റ് അതുപോലെ ഇല്ലേ? എന്നാടാ ദൈവന് കുറച്ച് ചെറിയ കൊമ്പുണ്ട് കേട്ടോ. അടിപൊളി. രണ്ടുപേരും ക്യൂട്ടാണ്. അതായത് നമ്മുടെ ബാനുവും ക്യൂട്ടാണ്,
അപ്പോൾ ഇവൻ്റെ പേര് നമ്മൾ ഇട്ടിട്ട് ഇവൻ്റെ പേരുണ്ടോ നമുക്ക് ചോദിക്കാം കേട്ടോ. നല്ല രസമല്ലേടാ? ആ ഇതന്നെ ഇത് അടിപൊളി. എന്നാണെങ്കിലും ഇവന്മാർ നല്ല ക്യൂട്ടാണ്. അപ്പം ഇവർക്കുണ്ടാകുന്ന പിള്ളേരെങ്ങനെയാണ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പം നമ്മുടെ ബാനുവിന് കുഞ്ഞുങ്ങളുണ്ടാകാൻ സമയമായി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിനക്കറിയാം അവിടെ ആരാ ബാനു എന്ന്? വീട്ടിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതേ അപ്പം നമ്മുടെ ആട് ഇതാണ് കേട്ടോ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചേട്ടനോട് കൂടുതലായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാവേ. ഇതിപ്പോൾ 1 വയസ്സായ മെയിലാണ്. ഇപ്പൊ ഏകദേശം 1 വയസ്സായി. അപ്പൊ നമ്മുടെ ബാനുവിന് 1 വയസ്സായി അല്ലേ? അപ്പൊ മീറ്റിംഗിന്റെ സമയമായിക്കൊണ്ടിരിക്കും ആണല്ലേ? അതുപോലെ തന്നെയാണ്. ഞാൻ വേറെ ഡൗട്ട് ചോദിക്കട്ടെ, അപ്പൊ നമുക്ക് ഇതിന് ബാനുവിന് എത്ര കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാവും? 3 കുഞ്ഞുങ്ങളുണ്ടാവും. 3 കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. 3 കുഞ്ഞുങ്ങൾ 1-2 അങ്ങനെ സാധാരണ 2 പിന്നെ 3 അങ്ങനെ കൂടുതൽ ആണല്ലേ? ഇൻ കേസ് 3 കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ 1 കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഗീവ് എടുക്കും. പിന്നെ ഇതിന് വേറെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും തീരെ സ്ഥലമുണ്ട്, ഞാൻ എടുത്തു തരാം. തീരെ കയ്യിലിരിപ്പുണ്ട്. അപ്പൊ ചേട്ടൻ കുറച്ച് തീറ്റ എടുത്തരാന്നാ പറഞ്ഞേക്കുന്നത്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇതിന്റെ പ്രൈസ് എത്രയാണ്? 35 രൂപ. നമ്മുടെ ബാനുവിന്റെ സെയിം പ്രൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ ഇപ്പോൾ ഒരു പേരിന് 75 രൂപയാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടായാലും ഈ പറഞ്ഞാൽ നമുക്ക് എന്നാ സെല്ലിംഗ് ആണല്ലോ അല്ലേ? ഓക്കെ, ഉറപ്പാണ്. ആ പേരുണ്ട് ബണ്ണൂർ. ഇതിന്റെ പേരില്ല ഓക്കെ, നമുക്ക് പേരിടാം. അപ്പൊ ചേട്ടനാണെങ്കിൽ നമുക്ക് തീറ്റ എടുത്ത് തരാം. ബാനുവും നമ്മുടെ ഈ ചെറുക്കനും കൂടെ കണ്ടുമുട്ടുമ്പോൾ റിയാക്ഷൻ നമുക്ക് നോക്കട്ടെ. അവിടെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇതിനൊരു പേര് ആലോചിച്ച് വെച്ചോണം. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഇതിന് ഇടാൻ പറ്റിയൊരു പേര് ആലോചിച്ച് വെച്ചോണം. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒരു പേര് ആലോചിച്ച് വെച്ചോ. നിങ്ങളുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യും. ഏറ്റവും നല്ല ലൈക്ക് കിട്ടുന്ന പേര്, ഏറ്റവും ക്യൂട്ട് ആയിട്ടുള്ള പേര് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ബാനുവിന് മാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു പേര് നിങ്ങളെല്ലാവരും ഓർത്ത് വെച്ചോ കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓർത്ത് വെച്ചു. അപ്പോൾ ചേട്ടനാണെങ്കിൽ അവളുടെ അവൻ്റെ തീറ്റ എടുക്കാൻ വേണ്ടി പോയിരിക്കുവാണെങ്കിൽ നമ്മുടെ ഓക്കെ എന്നാൽ അതൊരു കവറിൽ ഇട്ട് തരാം വേട്ടാ. ഞാൻ കാണിച്ചു തരാം പറ്റില്ല. അപ്പം നമ്മൾ കൂട് കാണിച്ചു തരാം. ഇതുണ്ട്, ഇതാ കൂട്. ഇത്ര വലിയ കൂടെ ഇതിനകത്ത് നിൽക്കോ? ചേട്ടൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത്. എനിക്കറിയത്തില്ല എങ്ങനെ കൊണ്ടുപോകുന്നു. ആക്ച്വലി കാര്യം വലിയ കൂടൊക്കെയാണ് കേട്ടോ. നമ്മളാണെങ്കിൽ ഇതിനകത്തൊരു പ്ലാസ്റ്റിക് കൂടും കുറച്ച് തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചേട്ടന്മാർ അതിനകത്ത് കയറ്റിയിട്ടുണ്ട്. പക്ഷേ അല്ലെ, പുറകിലൊരാൾ ഇതിന് പിടിച്ചോളാം പയ്യെ. അർജുനാണ് നമ്മൾ ഫുൾ ടാസ്ക് കൊടുത്തിരിക്കുന്നത്. അർജുൻ പുറകിൽ പിടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിനാശ ഇത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ചേട്ടൻ. എന്താണെങ്കിലും എടാ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തല്ലോ. അർജന്റീനയിൽ തീറ്റ കൊടുത്തേക്കാം. ഇടയ്ക്ക് ഇച്ചിരി തീറ്റ കൊടുത്തേക്ക് കേട്ടോ. ഇടയ്ക്ക് ഇച്ചിരി തീറ്റ കൊടുത്തേക്ക്. അത് നമുക്കും കഴിക്കാൻ പറ്റില്ല ചോളം. നമുക്ക് കഴിക്കാൻ വേണമെങ്കിൽ ഇച്ചിരി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് വണ്ടിയിലോട്ട് വെക്കാം കേട്ടോ. പുറകിൽ 200 രൂപ തോന്നുന്നു. ചേട്ടാ തല അങ്ങോട്ട് വെച്ചോ. അതാകുമ്പോൾ അർജുനെ കണ്ടോണ്ടിരുന്നോളൂല്ലോ. അർജുനെ കയറിക്കപ്പാ. ഒരു കാര്യം ചെയ്യണം, നമുക്ക് അർജുനോടെ കയറ്റാം. ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു പ്രശ്നമില്ലാതെ കയറിയിരിപ്പുണ്ട്. ചേട്ടാ ഇതിൻ്റെ എമൗണ്ട് ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം കേട്ടോ. മറ്റേതും കൂടെ കഴിഞ്ഞ ദിവസത്തേയും കൂടെ. ഓക്കെ. അപ്പോൾ ഇവനെ കയറ്റി വെച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്നാൽ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാവേ. അർജുന സേഫ് ആണോടാ? കുഴപ്പമൊന്നുമില്ലല്ലോ. പേരെങ്ങനെയായിട്ടാ? സഹീർ ആണല്ലേ? എന്നാൽ പൊക്കോട്ടെ, ആടകത്തിരിക്കുവാ. ഓക്കെ, താങ്ക്സ് കേട്ടോ. അപ്പം നമ്മുടെ ബാനു അകത്തിരിക്കുവാണ്. എങ്ങനെയുണ്ട്? ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് കേട്ടോ. എടാ എങ്ങനെയുണ്ടാ? പിണങ്ങിയിരിക്കുവാണോ? അർജുനോട് അർജുനെ നീ എന്നാ ചെയ്ത അവളോട്? ഒന്നും ചെയ്തില്ല ആണോ? അയ്യോ, കഴിക്കുന്നില്ലേ? ആണ്ട, അത് കഴിക്കത്തൊന്നുമില്ല. പാവം പിണങ്ങിയിരിക്കുവാന്ന് തോന്നുന്നു കേട്ടോ. അല്ല, അർജുൻ അത് നീ എടുത്ത് കഴിച്ചത്? അർജുൻ ആണെങ്കിൽ നമ്മുടെ അവൾക്കുള്ള ചോള ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോകാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് ഇവിടെ കൊണ്ട് നമ്മുടെ പറമ്പിലേക്ക് അയച്ചു വിട്ട് ഇവിടെ റിയാക്ഷൻ നിൽക്കുന്നത് കാരണം. അപ്പോൾ വണ്ടി നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് എന്നാണെങ്കിലും ഞാൻ മേടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവി എന്നാന്ന് എൻ്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കുവാണെങ്കിൽ 2 പേരാണ് ഞാൻ പറയുന്നത്. ഒന്ന് നമ്മുടെ ശോഭ, രണ്ടാമത്തെ നമ്മുടെ ബാനു. ഇപ്പോൾ ഇവൾക്ക് നമ്മൾ പേരിട്ടിട്ടില്ല, ഇവന് നമ്മൾ പേരിട്ടിട്ടില്ല. ചെയ്തുണ്ടോ? അർജുൻ എങ്ങനെയെങ്കിലും നമ്മുടെ ചെറുക്കിന് തീറ്റ കൊടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളി പിണങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്ന കവറിനകത്ത് കയറ്റിയതുകൊണ്ടായിരിക്കും പിണങ്ങിയിരിക്കുന്നത്. അത് കുഴപ്പമില്ല, നമ്മൾ ഇവിടുന്ന് കറക്റ്റ് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്നാൽ ഉടനെ തന്നെ നമ്മൾ ഇവൻ നമ്മുടെ പറമ്പിൽ കൂടെ ഒക്കെ അഴിച്ചു വിടും കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരാടിനെ മേടിച്ച് വീട്ടിലോട്ട് ചെന്നാൽ അവസ്ഥ എന്നായിരിക്കും അല്ലേ? രണ്ടാമത്തെ ആടാണ്. നമ്മളങ്ങനെ വീട്ടിലോട്ട് വണ്ടി കയറ്റുവാണ് കേട്ടോ. അപ്പം ഞാൻ വീട്ടിലോട്ട് വണ്ടി കയറ്റിയിട്ട് ആടിനെ നമ്മൾ നേരെ മുറ്റത്തോട്ട് അയച്ചു വിടാൻ വേണ്ടി പോവാണ്. ഇതിന് ശോഭ കാണുമ്പോൾ ശോഭയുടെ റിയാക്ഷൻ എന്നായിരിക്കും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. ലവ് ഇറ്റ്സ് ഫസ്റ്റ് ഇത് ശോഭ ചിലപ്പോൾ മേടിച്ചു പോകും. കാരണം ശോഭനേക്കാളും വലിയ ജീവിയാണല്ലോ. മമ്മേ ബാ, വണ്ടിക്കകത്തൊരു സാധനമുണ്ട്, ബാ ഇറങ്ങി. എന്നായിരിക്കും ചെറിയൊരു ഐഡിയ ഉണ്ടെന്ന് തോന്നല്ലേ? ചെറിയ ഐഡിയ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്നാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തൊരു സാധനമുണ്ട്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന സാധനമാണ്. വണ്ടിക്കകത്ത് ആക്ച്വലി അർജുനാണുള്ളത് കേട്ടോ. അർജുൻ അപ്പുറം ചെയ്യുന്ന സാധനത്തെ കണ്ടോ? ചെറുതായിട്ട് തല കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യമേ അർജുൻ ഇറക്കാം.
നോക്കായിരിക്കും. അങ്ങോട്ട് നോക്കിയൊക്കെ നമുക്ക് ഫസ്റ്റ് അർജുൻ ഇറക്കാം കേട്ടോ. ഓൾ സെറ്റ് എന്നാ ബാ. ആരാ എടുക്കുന്നേ അത് കേൾക്കട്ടെ. പപ്പ എടുക്കാന്നാ പറഞ്ഞേ. ഇതിനകത്ത് ഇതിനും എടുക്കാൻ പറ്റും. ഓക്കെ തുറക്കട്ടെ. പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എടുത്ത് മനസ്സിലായി. സുന്ദരനും സുമുഖനുമായ ഭാനുവിനൊരു കൂട്ട്. ഭയങ്കര വായിക്കിങ് ഒക്കെയാണ് കേട്ടോ. അടിപൊളി. അവനെ അഴിച്ചു വിടാം. ഒരു കാര്യം ചെയ്യ്, ഇത് അടിച്ചോ. ഡിസൈൻ ഒക്കെ ഉണ്ടല്ലോ. ഓ എങ്ങോട്ടാ പോവാണ് കേട്ടോ. ബാബാ ഇങ്ങി വാ. കിളിക്കൂട്ടിലോട്ടാണല്ലോ പോകുന്നേ. നമ്മൾ ആദ്യമായിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവന് വിശക്കുന്നുണ്ടോ തോന്നുന്നു. കിളിക്കൂട്ടിലോട്ടാ പോകുന്നത് തോന്നുന്നു. ഭയങ്കര ക്യൂട്ടല്ലേ മീ. ബാനു ഇല്ല ഒരു ഇച്ചിരി പേടിയുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ചേട്ടൻ പറഞ്ഞായിരുന്നു കടയിലൊക്കെ വന്ന് ഒത്തിരി ആൾക്കാരെ കണ്ടപ്പോഴേക്കും അവൻ ചെറുതായിട്ട് പേടിച്ചു പോയി. ഒരു കാര്യം ചെയ്യാം, നമ്മൾ അവനെ ഫ്രീ ആയിട്ട് തന്നെ വിടുവാണ്. പുള്ളി എനിക്ക് തോന്നുന്നു ഇതിനെ വന്നപ്പോൾ തന്നെ എന്തോ കഴിക്കാൻ വേണ്ടി പോവാണല്ലോ. അവൻ നല്ല പച്ചപ്പുല്ലൊക്കെ കണ്ടപ്പോഴേക്കും ഓ മൈ ഗോഡ് ഗൈസ്. ശോഭ അവിടെ നിന്ന് കുറയ്ക്കാൻ നോക്കുവാണ് കേട്ടോ. ശോഭ അവിടെ നിന്ന് കുറയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എനക്ക് അറിയത്തില്ല നമുക്ക് ഉണ്ടോന്ന്. ദേ നമ്മുടെ മുമ്പിൽ പോവാണ് കേട്ടോ. ദേ പോകുന്നു. ദേ വാ. എന്റെ പൊന്നോ. എനിക്ക് അവിടെ കണ്ട ആൾക്കാരെ കണ്ട ആള് ഇച്ചിരി പേടിച്ചു വന്നത്. പക്ഷെ അത്രയും പേടിയില്ല. എനിക്ക് വയ്യ. അത് ഭയങ്കര ക്യൂട്ടാണല്ലോ. അന്ന് നമ്മള് ബാനുവിനെ കൊണ്ടുവന്നപ്പോഴേക്കും മമ്മി ഇതുപോലെ ബാനുവിനെ എടുത്ത് പിടിച്ചാണ് കേട്ടോ. അച്ചോടാ ഇപ്പൊ ചാടുന്നില്ല. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ കൊണ്ടുവന്നപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞായിരുന്നു അവിടുത്തെ തിരക്കും ആൾക്കാരും പിന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ആയിട്ട് ആള് കുറച്ച് പേടിച്ചു പോയെന്ന്. അങ്ങനത്തെ പേടി മാറി വേണേ ചിലപ്പോൾ 2 ദിവസം എടുക്കും. നമ്മൾ ബാനുവിനെ മേടിച്ചപ്പോഴേക്കും അവിടെ വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഇരിക്കുന്നുണ്ടല്ലോ. ഒരു ചാട്ടോ ഒന്നുമില്ല. എനിക്ക് വന്ന കുറച്ച് പരിചയപ്പെടണം തോന്നുന്നു. അമ്മി കനമുണ്ടോ അമ്മി? ബാനുവിനെക്കാളും കനമുണ്ടോ? അത്രയും കനയില്ലല്ലേ? അയ്യോ അവളെക്കാളും ഏജ് ഉണ്ട്. ഇനി വിട്ട തറ വിട്ടെ നോക്കട്ടെ. തറ വിട്ടെ. അതിനോ മുളക് തിന്നോ? ഇല തിന്നോ? അമ്മി എരിയോ അമ്മി? എടാ മുളക് തിന്നിയല്ലെന്ന് എരിവ് ഇലയെ തിന്നുള്ളൂ. ഓ അവളാ ഇല തിന്നുണ്ട് കേട്ടോ. നമ്മുടെ കാന്താരി ചീനിയുടെ വിട്ടെ. നീ ഒന്ന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വെള്ളം തരാം കേട്ടോ. വെള്ളം തരാം. അവന്റെ ഒരു കാര്യം ചെയ്യും. ഇവൾക്കുള്ള തീറ്റ ഉണ്ടല്ലോ, തീറ്റ എടുത്ത് വന്നേ. എന്നാ കഴിച്ചോ. ഓ എന്റെ കയ്യിൽ തിന്നുവാണ് കേട്ടോ. ഓ കടിച്ചു പൊട്ടിച്ച് കറുമുറാന്നാണല്ലോ തിന്നുന്നേ. എടി കളയാതി മൊത്തം. ദേ പോകുന്നു. എന്തുവാടെ ഇത്ര എക്സ്പ്ലോർ ചെയ്യുന്നേ? എന്നാ ഇത്ര എക്സ്പ്ലോർ ചെയ്യുന്നേ? എങ്ങോട്ടാ പോകുന്നേ? പറമ്പിലൊന്നും ഇല്ലടാ. എനിക്ക് തോന്നുന്നു ഇവൻ ഇവിടെ വന്നിട്ട് എന്തോ തപ്പി നടക്കുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. ബാ 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 ബാ. ഇപ്പൊ പേടി മാറി കേട്ടോ. ബാ 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 ബാ. ഇപ്പൊ പുള്ളി എൻ്റെ പുറകെ വരുവാണ്. ഇത് കണ്ടോണേ. ബാ ബാ നമുക്ക് പോയേക്കാം. ബാ ബാ ഇവിടെ വന്നോ. ഓ ഇവനാണെങ്കിൽ ആൾക്കാരെ ഇണങ്ങി വരാണ്ട് ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ അവിടെ പോയി നിൽക്കുവാണ് കേട്ടോ. ഇവിടെ വന്നു കേട്ടോ. ഇത് ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ഈ കിളിക്കൂടിൻ്റെ ഈ സൈഡിൽ നിൽക്കുവാണ് കേട്ടോ. ഇവനാണെങ്കിൽ അകത്തുനിന്ന് കിളികളൊക്കെ കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് കിളികളെയൊക്കെ നോക്കി നിൽക്കുവാണ്. പിന്നെയാണെങ്കിൽ നമ്മുടെ മൊയലൊക്കെ ഇവിടെ വന്ന് ഒളിഞ്ഞ് നോക്കുന്നുണ്ടേ. എന്നാ നോക്കുന്നേ? ഉയ്യോ ഭയങ്കര ഫ്ലഫിയാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ് ഇവൻ്റെ ദേഹം. ഇനി വന്നേ ബാ 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 ബാ. ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ? ബാ ഫ്രണ്ടിൽ പോവാണോ? ഫ്രണ്ടിലാണോ പോകുന്നത്? ഇത്ര നേരം എൻ്റെ പുറകെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ പോകാൻ കേട്ടോ. ഇതാണ് നമ്മുടെ കിളിക്കൂടിൻ്റെ പുറകു വശം. ഇതാണ് നമ്മുടെ കിളിക്കൂട്ടിലുള്ള കുഞ്ഞ് ഫിൽറ്റർ. എന്നെ നോക്കുന്നേ. ബാ ബാ ഈ വഴി പോവാം. ബാ അതേ വരുന്നുണ്ട്. അതേ പോകുന്നു. ബാ ബാ ബാ. എന്നാടാ ഫൈനലി കമ്പനിയായി. എനിക്ക് തോന്നുന്നു ഇച്ചിരി ഇണക്കം ഇതുണ്ടോ? ഇപ്പാണെങ്കിൽ ഇവനെ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയി കേട്ടോ. ഈ കൈസ് എൻ്റെ പുറകെ വരുവാണ്. ഇതുണ്ടോ? വാ 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 ക്യൂട്ടി. ഇന്നാടാ ഇത് കണ്ടോ? ഞങ്ങളാണെങ്കിൽ ഇവനെനിക്ക് തോന്നുന്നു ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ കിളിക്കൂടിൻ്റെ ഈ ഒരു പുറകുവശമേ. കാര്യം ഇതൊരു ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഫുള്ള് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചെടികളും വാഴയും ചേനയും മാവും പ്ലാവും തെങ്ങും ഒക്കെയാണ്. ഇതേ അവിടെ പോയി നോക്കുവാണ്. പിന്നെ കിളിക്കൂടിൻ്റെ സൈഡിലേക്കാണല്ലോ പോകുന്നത്. എന്നാ കിളിക്കൂട്ടി പോയി നോക്കുന്നേ? ഞാൻ പോവാ. ബാ 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 ഇങ്ങോട്ടേക്ക് വാ. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ നേരമായിട്ട് ഇവനായിട്ട് ഈ പറമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്.
നമ്മളിപ്പോൾ തൽക്കാലം ഇവനെ കിളിക്കൂട്ടി കയറ്റുന്നില്ല. കാര്യം എന്താ അറിയാമോ, കിളിക്കൂട്ടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ വെള്ളവും കുളമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുളത്തിൽ പോകുന്ന കുഞ്ഞൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിളിക്കൂട്ടി കയറ്റുന്നില്ല. നമ്മുടെ ബാനു ആണെങ്കിൽ കറക്റ്റ് പുറകെ വരുമായിരുന്നു. ഇവന് അത്ര ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. എടാ ബാടാ, ബാ 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 ഇതുണ്ടോ വരുന്നുണ്ടോ? നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഇങ്ങോട്ടേക്ക് മമ്മ ചോദിച്ച പോലെ തന്നെ ഇവന് പേരിട്ടിട്ടില്ല. അപ്പോൾ ഇതുവരെ പേരില്ല. അപ്പോൾ നമുക്കൊരു പേരിടണം. ഒരു കാര്യം ചെയ്യാം, നമ്മൾ ആ ഒരു ചാൻസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുവാണ്. ബാനുവിന് മാച്ചാവുന്ന ഒരു പേര് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും ലൈക്ക് കിട്ടുന്ന, ഏറ്റവും ക്യൂട്ട് ആയിട്ടുള്ള പേര് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ. മമ്മിക്ക് എന്തെങ്കിലും പേര് മനസ്സിലുണ്ടോ? മനസ്സിലുണ്ട്, എന്നാലും സബ്സ്ക്രൈബേഴ്സിന് വിടാം. അതെ, അപ്പോൾ നമ്മൾ കാര്യം ചെയ്യാം, ആ ഒരു ചാൻസ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വിടുവാണ്. ഇതേ പുള്ളി ഇവിടെ വളരെ ക്യൂട്ടായിട്ട് ഇതിൽ നടപ്പുണ്ട്. നേരത്തെ നമ്മൾ കൊടുത്ത ആ ഒരു ചോളത്തിന്റെ ബാക്കി വരുന്നതൊക്കെ തിന്നു. എന്നാണ് നോക്കുന്നേ? ബാനു എവിടെ? ബാനുവും അതുപോലെ തന്നെ നമ്മുടെ ചെറുക്കനും, അവൻ്റെ പേര് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ചെറുക്കനും കൂടെ മീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ ഒരു സജഷൻ പറയാം. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കുറച്ച് ലെങ്തി ആയിപ്പോയി. നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ ബാനുവിനെയും നമ്മുടെ പുതിയ ചെറുക്കനെ ആയിട്ട് നമുക്കൊരു ട്രിപ്പ് പോയാലോ? നമ്മുടെ ബാനുവിനെയും ഇവനെ ആയിട്ട് ഒരു ട്രിപ്പ് പോയാലോ? അതായത് വാഗമണ്ണിൽ നമ്മുടെ മറ്റേ മൊട്ടക്കുന്ന് വല്ലതും പോയിട്ട് ഇവരെ അയച്ചു വിട്ടിട്ട് നമുക്കൊരു വീഡിയോ എടുത്താലോ? അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഒരു സജഷനാണ്. നമ്മുടെ എപ്പിസോഡ് ഒത്തിരി ലെങ്തി ആയിപ്പോയി, നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ 2 ആടിനെ ആയിട്ട് നമ്മൾ വാഗമണ്ണിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മൊട്ടക്കുന്നിൽ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള കാര്യവും ഈ പറഞ്ഞതുപോലെ ഇവർ തമ്മിൽ എങ്ങനെയായിരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നത്, അതുകൂടാതെ ഇവർ രണ്ടുപേരെയും നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാനുവിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കൂടുതൽ കമൻറ്റ് യെസ് എന്നാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ടും ആ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറ്റ്സ് മീ 7 സിറിയക്, മമ്മി, പപ്പ, ജിനോ ചാച്ചൻ, അർജുൻ, പിന്നെ നമ്മുടെ പുതിയ ചെറുക്കനും, പിന്നെ ശോഭ അവിടെ നിന്ന് കിടന്ന് ഇതിനെ കണ്ടോണ്ട് കിടന്ന് നിലവിളിക്കുന്നുണ്ട് കേട്ടോ. മുറ്റത്ത് വിടുന്ന ശോഭ എവിടെ ഉണ്ട്? ഇവിടെ ഇട്ടാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് നമ്മുടെ ബാനുവിന്റെ വില ഏകദേശം 35,000 രൂപയായിരുന്നു അല്ലേ? അപ്പം ഇതിന് ഏകദേശം ആ ഒരു റേഞ്ചാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മൾ പിന്നെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അല്ലേ? പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളിപ്പം 75,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആടൊക്കെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സാധനമാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇതിനെ ഒരു നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജോലിയില്ല, ഇവിടെ ജോലി സാധ്യത ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതിനേക്കാളും പകരം നമ്മൾ സാധ്യതകൾ കണ്ടുപിടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇപ്പൊ തന്നെ ഈ ആടുകളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ മേടിക്കാൻ പോകുന്നത് ഇവിടെ തന്നെ ഉണ്ടായതാണ്. ഇതെല്ലാം ഇവിടെ ഉണ്ടായ ആടുകളാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് ആക്കി ഇതിനെ മേടിക്കേണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആൾക്കാർ സ്വന്തമായിട്ട് കണ്ടെത്തുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, CoinDCS Go എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടും നമ്മുടെ കോഡ് ഉപയോഗിച്ച് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 റുപ്പീസിന്റെ ക്രിപ്റ്റോ കറൻസി ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവനെ ഇച്ചിരി ദാഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു.